നമ്മെ രക്ഷിക്കുന്നു. എന്താണ് അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് അയച്ചിട്ടുള്ള സഹായം? അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് അയച്ചിരുന്ന സഹായം എന്താ? യേശുക്രിസ്തു, തന്റെ ഏകജാതനെ. അതാണ് ക്രിസ്മസ്. നമ്മെ രക്ഷിക്കാൻ വേണ്ടി ദൈവം തന്റെ ഏകമകനെ അയച്ചു തന്നിട്ട് നമ്മൾ ഒരാളെ പോലെ ഭൂമിയിൽ പിറക്കുന്നു. അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായമയച്ചെന്നെ രക്ഷിക്കും. എന്നെ ചവിട്ടി മെതിക്കുന്നവരെ അവിടുന്ന് രക്ഷിക്കും. ദൈവം തന്റെ കാരുണ്യവും വിശുദ്ധതയുമയക്കും. അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായമയച്ചെന്നെ രക്ഷിക്കും. എന്നെ ചവിട്ടി മെതിക്കുന്നവരെ അവിടുന്ന് ലജ്ജിപ്പിക്കും. അതാണ് ഈശോ പറഞ്ഞത്, ഞാനാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം. മനസ്സിലായോ? ഇപ്പൊ സങ്കീർത്തനത്തിന്റെ അർത്ഥം മനസ്സിലായോ? അപ്പൊ ഈ സങ്കീർത്തനത്തിൽ യേശുവിനെ കുറിച്ചാണ് മുഴുവനും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, എന്നെ കുറിച്ച് സങ്കീർത്തനങ്ങളിലും മോശയുടെ പുസ്തകങ്ങളിലും നിയമഗ്രന്ഥങ്ങളിലും എഴുതിയിരിക്കുന്നത് പൂർത്തിയാകണ്ടേ. അപ്പൊ യേശു എല്ലാ ദിവസവും 150 സങ്കീർത്തനങ്ങളും പാടുമായിരുന്നു മാതാവ്. കാരണം അത് ഇസ്രായേലിന്റെ ചട്ടമായിരുന്നു. ഇന്നു മുതൽ നമ്മൾ ഒരു സങ്കീർത്തനമെങ്കിലും ഒന്ന് പാടി തുടങ്ങണം. എല്ലാ ദിവസവും ഒരു സങ്കീർത്തനം. അത് പാടുമ്പോൾ അതിന്റെ അർത്ഥം ഗ്രഹിക്കാൻ ഇതിന് ബുദ്ധിമുട്ടുണ്ട്. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായമയച്ചെന്നെ രക്ഷിക്കും. എന്നെ ചവിട്ടി മെതിക്കുന്നവരെ അവിടുന്ന് ലജ്ജിപ്പിക്കും. ദൈവം തന്റെ കാരുണ്യവും വിശ്വസ്തതയും അയക്കും. എന്നോട് കൃപയുണ്ടാകണമേ. ദൈവമേ, എന്നോട് കൃപ തോന്നണമേ. എന്നോട് കൃപയുണ്ടാകണമേ. ദൈവമേ, എന്നോട് കൃപ തോന്നണമേ. അങ്ങയിലാണ് ഞാൻ അഭയത്തേടുന്ന വിനാശത്തിന്റെ കൊടുക്കാറ്റ്. കടന്നു പോകുമ്പോഴും ഞാൻ അങ്ങയുടെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു. എന്നോട് കൃപയുണ്ടാകണമേ. ദൈവമേ, എന്നോട് കൃപ തോന്നണമേ. എന്നോട് കൃപയുണ്ടാകണമേ. ദൈവമേ, എന്നോട് കൃപ തോന്നണമേ. ഈ കൃപ എന്നതിൻ്റെ അർത്ഥം ഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ വലിയ സന്തോഷമായി. നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് നമ്മുടെ പ്രശ്നങ്ങളുടെ എല്ലാം കാരണം എന്തോ ശാപമാണ്, കോപമാണ്, പാപമാണ്, ഇങ്ങനെയൊക്കെ ചിന്തിക്കുക. എന്നാൽ ഇതൊന്നും അല്ല കാരണം. ഈ കൃപയെ കുറിച്ചുള്ള അറിവ് കുറവുകൊണ്ടാണ്. കൃപ ദൈവിക ജീവിതം അല്ലെങ്കിൽ ദൈവിക ജീവൻ മാനുഷിക ജീവിതത്തിൽ ലയിക്കുന്നതിനാണ് കൃപ. അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു നമ്മളെ സംബന്ധിച്ച്. പക്ഷെ നമ്മൾ അറിയുന്നില്ല. നമ്മളിൽ തന്നെ ദൈവത്തിന്റെ ജീവനും ദൈവത്തിന്റെ ജ്ഞാനവും നിറഞ്ഞു നിൽക്കുകയാണെങ്കിലും നമ്മൾ അറിയാത്തത് കൊണ്ട് അത് ഉപയോഗിക്കുന്നില്ല. നമ്മുടെ നാട്ടിൻ പുറത്ത് നടന്നൊരു സംഭവമാണെന്ന് വിചാരിക്കാം.
ഒരമ്മച്ചി മകനെ വളരെ ബുദ്ധിമുട്ടി പഠിപ്പിച്ചു. ആ മകനെ പഠിപ്പിക്കാൻ അമ്മച്ചി വളരെ ദരിദ്രയായ ഒരു അമ്മച്ചിയാണ്. ആ ദരിദ്രയായ അമ്മച്ചി മറ്റുള്ള വീടുകളിൽ ജോലിക്ക് പോയി പാത്രം കഴുകി മുറ്റമടിച്ച് ഒക്കെ കിട്ടുന്ന കാശ് കൊണ്ട് കഷ്ടപ്പെട്ട് ഈ മകനെ പഠിപ്പിച്ചു. അവളുടെ ഒരേ ഒരു ആഗ്രഹം, ഇവൻ വലുതായി ഇവനെ നല്ല ഒരു ജോലി കിട്ടണം. എനിക്ക് ഉണ്ടായ പോലത്തെ ദാരിദ്ര്യം അവനുണ്ടാകരുത്. അവൻ വലുതായി ജോലി കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ എൻ്റെ ദാരിദ്ര്യം എല്ലാം പോകും. അങ്ങനെ അവനെ വലിയൊരു ഓഫീസറായി യൂറോപ്പിൽ ജോലി കിട്ടുകയാണ്. അങ്ങനെ അവനെ യാത്ര അയക്കും. നേരത്തെ അവൻ അമ്മയെ കെട്ടിപ്പിടിച്ച് പറഞ്ഞ അമ്മയ്ക്ക് എല്ലാ പ്രയാസങ്ങളും മാറും. ഞാൻ അവിടെ ചെന്നാൽ ഉടനെ എൻ്റെ ആദ്യ ശമ്പളം തന്നെ അമ്മയ്ക്ക് അയക്കാം. അപ്പോൾ അമ്മ ഈ സാരിയെല്ലാം മാറ്റി നല്ലൊരു സാരി വാങ്ങണം, സ്വർണ്ണമാല വാങ്ങണം. അങ്ങനെ അമ്മ ഇനി നന്നായിട്ട് ജീവിക്കണം. പിന്നെ അയക്കുന്ന ശമ്പളം കൊണ്ട് ഈ കുടില് പൊളിച്ച് മാറ്റി ഇത് നന്നായിട്ടൊരു വീടുണ്ടാക്കണം. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് പോയി. 3-4 മാസം കഴിഞ്ഞിട്ടും അമ്മ നോക്കുമ്പോൾ ഇവർ പൈസ ഒന്നും അയച്ചിട്ടില്ല. അമ്മയ്ക്ക് ഭയങ്കര നിരാശയായി, ഭയങ്കര വേദനിക്കുന്നു. അങ്ങനെ വീടിൻ്റെ ഉമ്മറത്തിരിക്കുമ്പോൾ അവൻ്റെ ഒരു സുഹൃത്ത് അതിലെ പോയി. അപ്പം അമ്മയോട് ചോദിച്ചു, എങ്ങനെയുണ്ട് അമ്മച്ചി, എന്താ വിശേഷം? മോൻ പൈസയൊക്കെ അയക്കുന്നില്ലേ? എന്താ ഇപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കണേ? ഈ മുഷിഞ്ഞ വസ്ത്രം, ഈ കീറിയ സാരി, ഈ വീടിതാ വീഴാറായിരിക്കുന്നു, ഇതൊക്കെ ഒന്ന് പുതുക്കി പണിതൂടെ? അവന് നല്ല ശമ്പളം ഉണ്ടല്ലോ. എന്നെ മോനെ ഒന്നും പറയണ്ട, അവൻ എന്നെ ചതിച്ചു. അവൻ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് പോയിട്ട് ഒരു കാശിൽ ഒരയച്ചില്ല. എന്താ ഈ പറയണേ? അവൻ അങ്ങനെ ചെയ്യാൻ വഴിയില്ലല്ലോ. അപ്പോ ഈ സുഹൃത്ത് വീണ്ടും വീട്ടിലേക്കും കയറി വന്നു. ഇല്ല, അവൻ ഒരു കാശും അയച്ചില്ല. അത് അസംഭവ്യം. അവൻ കിട്ടുന്ന കാശ് മുഴുവൻ അമ്മയ്ക്കല്ലാണ്ട് വേറെ ആൾക്ക് അയച്ചു കൊടുക്കണേ. അവൻ എഴുത്തുന്നില്ല, എഴുത്തൊക്കെ എഴുതുന്നുണ്ടാവൻ. അവൻ കുറെ ചിത്രങ്ങളും ഒക്കെ അയച്ചു തരുന്നുണ്ട്. അതൊക്കെ ഞാൻ ഇവിടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. എവിടെ? അങ്ങനെ ഈ സുഹൃത്ത് വീട്ടിൽ കിടന്ന് നോക്കിയപ്പോൾ എന്താ കാണുന്നത്? അവൻ അയച്ചു കൊടുത്തിരിക്കുന്ന യൂറോ നോട്ടുകളാണ്. യൂറോ നോട്ടുകൾ. അമ്മയ്ക്കറിയാമോ യൂറോ എന്താണ്? ആ യൂറോ നോട്ടുകൾ, 500-ൻ്റെയൊക്കെ നോട്ടുകൾ ഇവിടെ മമ്മിക്ക് ഒട്ടിച്ചു വെച്ചിരിക്കാൻ ചോദിക്കണം. എന്നിട്ട് ഈ ദാരിദ്ര്യം, എനിക്ക് കുടിക്കാൻ കാശില്ല, കൃഷ്ണ കാശില്ല, എൻ്റെ പത്രം കീറി പോയിരിക്കുന്നു, വീടിൽ കുടിയിൽ പിടിഞ്ഞു വീഴാറായിരിക്കുന്നു. മനസ്സിലായോ? ഇതിനാണ് അജ്ഞത എന്ന് പറയുന്നത്. നമ്മളിൽ ദൈവം തമ്പുരാൻ തന്നെ വസിക്കുന്നുണ്ടെങ്കിലും നമ്മളിപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, ദൈവമേ കടന്നു വരണമേ, പരിശുദ്ധാത്മാവേ പുറത്തിറങ്ങണമേ. അയ്യോ എനിക്കൊന്നുമില്ല, എനിക്കൊന്നുമില്ല. മാമോദീസായിലൂടെ, ജ്ഞാനസ്നാനത്തിലൂടെ ത്രിത്വൈക ദൈവം നമ്മളിൽ കൂടാരമടിച്ചിരിക്കുന്നു. ഈ അറിവില്ലാത്തത് കൊണ്ട് നമ്മൾ ഇന്നും ദരിദ്രരായിട്ട് ആത്മീയതയെ കുറിച്ചുള്ള ദാരിദ്ര്യത്തിൽ, ദൈവത്തെ കുറിച്ചുള്ള അറിവില്ലായ്മയിൽ കഴിയുമ്പോഴാണ് നമ്മളുടെ പ്രശ്നങ്ങളെല്ലാം. ഈ മകൻ പറഞ്ഞു, അമ്മച്ചി ഇതെല്ലാം ഒരുപാട് പൈസയാണ്. അതെനിക്ക് അറിയില്ലല്ലോ. അയ്യോ, നമുക്ക് ഇതുകൊണ്ട് ബാങ്കിൽ പോകാം. അമ്മച്ചിയുടെ പേരിൽ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ട് ഇതെല്ലാം ആ അക്കൗണ്ടിൽ ഇട്ടിട്ട് അമ്മച്ചിക്ക് ഇഷ്ടംപോലെ ഉപയോഗിക്കാം. അങ്ങനെയാണല്ലേ? അതാണ് പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് തരുന്ന ജ്ഞാനം. ദൈവത്തെ നമ്മിലേക്ക് കൊണ്ടുവരിക മാത്രമല്ല, നമ്മളിലേക്ക് നൽകപ്പെട്ടിരിക്കുന്ന ദൈവാരൂപിയുടെ പ്രവർത്തനത്തെ പഠിച്ച് അത് നമ്മുടെ ജീവിതബന്ധിയാക്കുക.
ജീവിതത്തിൽ ഉപയോഗമാക്കുക. നമ്മൾ കേട്ടു, യേശുക്രിസ്തുവിലുള്ള നിങ്ങളുടെ ജീവിതത്തിന്റെ ഉറവിടം അവിടുന്ന് തന്നെയാണ്. ദൈവം അവനെ നമുക്ക് എന്താണ് പറഞ്ഞ വചനം? ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും അപ്പൊ ദൈവത്തിന്റെ പ്രവർത്തനം മനുഷ്യനിൽ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ സംഭവിച്ചു കഴിഞ്ഞ പ്രവർത്തനത്തെ, ആ സംഭവിച്ചു കഴിഞ്ഞ അനുഗ്രഹത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും അറിയുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ സമൃദ്ധരാകുന്നത്. നമുക്ക് സമൃദ്ധി. അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായമായി ചെന്നെ രക്ഷിക്കും. അപ്പൊ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് അയച്ചുന്ന സഹായം ഓൾറെഡി നമുക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ഈശോ പറയാറുള്ളത്, അന്വേഷിപ്പിൻ. ഒന്നെല്ലാവരും പറഞ്ഞേ, അന്വേഷിപ്പിൻ. ഒന്നുകൂടി പറഞ്ഞേ. നമ്മളൊരു പാട്ട് കേട്ടിട്ടുണ്ട്, ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു, ഈശ്വരൻ. മനസ്സിലാക്കില്ലേ? അതിന്റെ അവസാനം എന്താ പറയുന്നത്? അവസാനം അവിടെയാണ് സ്പീക്കർ. ഈ സ്പീക്കറിൽ ഒന്നുമില്ലേ? ഈ സ്പീക്കർ അത് ഓൺ ചെയ്ത് ഓക്കെ. ഓൾറൈറ്റ്. ഓക്കെ. പ്രൈസ് ദി ലോർഡ്.